തൊലയ്ക്കാൻ ഇറങ്ങിയവരുടെ അസ്ഥിവാരം കണ്ടിട്ട് ഞാൻ അടങ്ങൂ. മനക്കെത്ര മേനോമാരെങ്ങനെ തൊഴുത്തി കെട്ടാവുന്ന ആരും കരുതണ്ട. വക്കീലേ, കള്ളു കുടിച്ചിട്ട് വെളിവില്ലാണ്ട് പറയല്ല. പക്ഷേ ഒരു പക്ഷേയില്ല. നാളെ അവളെ ഗോമതിയെ സ്കൂളിൽ ചെന്ന് നേരിട്ട് അങ്ങോട്ട് കാണുന്നു, രാജിക്കത്ത് അങ്ങോട്ട് കൊടുക്കണു. നേരെ വക്കീല ഓഫീസിലോട്ട് വരണു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിവാഹമോചനത്തിനുള്ള എഴുത്തൂത്തുകൾ തയ്യാറാക്കി വെക്കുക. ഞാൻ ഒപ്പിടുന്നു, വക്കീല് സൂട്ട് ഫയൽ ചെയ്യണു. അത്ര തന്നെ. ഒരാൾ ഓഫീസിൽ കയറി വന്നാൽ ഇരിക്കാൻ പറയാനുള്ള സാമാന്യ മര്യാദ പോലും വലിയമംഗലത്ത് ഗോമതി കുഞ്ഞമ്മ മറന്നുവോ? കയറി വരണവരും പാലിക്കേണ്ട ചില മര്യാദകളൊക്കെ ഉണ്ട്. എന്താ താണു വണങ്ങണോ? അതിന് നട്ടല് വളയ്ക്കണം. ഞാൻ ഈടെ ഈ നട്ടല് വളയ്ക്കാറില്ല. മാഷക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ഇതിവിടെ ഏൽപ്പിച്ചിട്ട് പോമെന്ന. എന്താ അത്? എന്റെ രാജിക്കത്ത്. എനിക്ക് നട്ടല് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമല്ലോ. എന്ത് വിവരക്കിടക്കായി കാട്ടണേ? മനക്കെത്ര മേനവന്മാര് വിവരദോഷികളല്ല, വിവരദോഷികളാണെന്ന് ചിലർക്കൊക്കെ ഒരു ധാരണയുണ്ട്. ആ ധാരണ തിരുത്താൻ തന്നെ എന്റെ തീരുമാനം. എന്താ പാൻറ് മാഷേ, കുടുംബമൊക്കെ വന്നു എന്നറിഞ്ഞു. സുഖാണല്ലേ? ഇപ്പൊ നിങ്ങൾക്കൊക്കെ ഗോവിന്ദ മാഷ കാണുമ്പോ പരിഹസിക്കാനും പതുങ്ങാനും ഒക്കെ തോന്നും. ഈ ശനി മാറി ശുക്രൻ എനിക്കും വരും. അന്ന് ഒരെണ്ണത്തിന് ഇവിടെ കാണാൻ പോടില്ല. ഭർത്താവിന്റെ സംഗീതത്തിൽ ലയിച്ചു നിൽക്കുകയാണെന്ന് തോന്നുന്നു. ചില രാഗങ്ങൾ കേട്ടാ ഞാനങ്ങനെ നിന്നുപോകും. ഇങ്ങനെയുള്ള സമയങ്ങളിൽ ആ മാഷയുടെ കുറവോർക്കുക. ഞാൻ അറിയാതെ എവിടുന്നെങ്കിലും ഇത്തിരി കള്ളും കുടിച്ചുകൊണ്ട് മൂപ്പരിങ്ങെത്തും. പിന്നെ കാച്ചിൽ പുഴുങ്ങലായി, പുഴുക്ക് വെക്കലായി, കഞ്ഞി വെക്കലായി, വിളക്ക് കൊളുത്തലായി, ഒരു ബഹള. ഇത്തവണ ഞാൻ അതൊക്കെ വേണ്ടാച്ചു. നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനങ്ങ് കൂടിയെന്നേ ഉള്ളൂ. അല്ലാണ്ട് എനിക്കിനി എന്ത് കാർത്തികം വിഷു. പരിഷ്കാരം കയറി കയറി ആളുള്ള ആചാരവും അനുഷ്ഠാനങ്ങളും ഒക്കെ മറന്നു. കുടുംബത്തിൽ പറഞ്ഞവർക്ക് അതൊക്കെ ഇപ്പോഴും ഉണ്ട്. അതിന്റെ ഐശ്വര്യം അവർക്ക് കാണാനും ഉണ്ട്. എന്റെ മോളെ പോലെ. സേതു അവിടെ? ഞാനിവിടെ ഉണ്ട്. വന്നിരിക്കൂ. ഉപ്പ് ഇതെന്താ കുട്ടി ഇത്? ഇതെന്തു പറ്റി? നഖം പെട്ടതാ. എങ്ങനെ? ഉറക്കത്തിൽ എന്തോ കടിച്ചപ്പോ മാന്തിയതാ. നഖാണേ കയ്യില്. വെട്ടിക്കളയണോ? അപ്പൊ തന്നെ ഞാൻ വിചാരിച്ചു. എന്താ ചെയ്തു? കഞ്ഞി കുടിക്കുന്നേ?
എത്ര പറഞ്ഞിട്ടും മാഷ് കേൾക്കണില്ല. പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. എനിക്കൊന്ന് ആലോചിക്കണം. വിവാഹമോചന കേസ് കോടതിയിൽ എത്തിയവരുടെ അവസ്ഥ ഞാൻ പറയാതെ തന്നെ ടീച്ചർക്ക് അറിയായിരിക്കും. അത് ഒരു സ്കൂളിൽ ഹെഡ് മിസ്സസിനെയും അവിടുത്തെ ബാൻഡ് മാസ്റ്ററെയും കണക്ട് ചെയ്തിട്ടുള്ള, വെറുതെ നാട്ടുകാരെ കൊണ്ട് അതും ഇതുമൊക്കെ പറയിപ്പിച്ച് കൂടുതൽ നാറ്റമുണ്ടാക്കാമെന്നല്ലാതെ രണ്ടു കൂട്ടർക്കും അതുകൊണ്ടൊരു ഗുണവുമില്ല. ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്നാ വക്കീല് പറയണേ? അങ്ങേർക്ക് താല്പര്യമില്ലെങ്കിൽ, ഐ മീൻ പരസ്പര ധാരണയില്ലാത്തൊരു ബന്ധത്തിന് അർത്ഥമില്ല. ടീച്ചർ കച്ചേരിയിലേക്ക് വന്ന് അതൊന്ന് സൈൻ ചെയ്തതാ. സമയം അറിയിച്ചാ മതി, ഞാൻ വന്നോളാം. മെഡിക്കൽ സ്റ്റോറിൽ ഫോൺ. മാഷിന് ഫോൺ ഉണ്ടെന്ന്. എനിക്കോ? അതെ, ഇനിയും വിളിക്കുമെന്ന് പറഞ്ഞു. ചായം കുടിച്ചോണ്ട് ചെല്ലേ. ഹലോ, ഉണ്ട്, സാറിനാണ്. ഹലോ, മിസ്റ്റർ സേതുമാധവൻ? അതെ, ആരാ? ഞാൻ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു കക്ഷിയാണെന്ന് കൂട്ടിക്കോ. ഒന്ന് നേരിൽ കാണേണ്ടിയിരിക്കുന്നു. എപ്പോഴാ സമയം കിട്ടുക? അത് നീട്ടിക്കൊണ്ടു പോണ്ട, ഇന്ന് തന്നെ ആവാം. രാത്രി ബീച്ചിലെ കടൽപ്പാലത്തിനരികിൽ 9-നും 10-നും ഇടയ്ക്ക്. ആരാണെന്ന് പറഞ്ഞില്ല. വരൂ, പറയാലോ. ഒറ്റയ്ക്ക് മതി. ഹലോ 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 സാറേ, കട്ടായോ? മിസ്റ്റർ സേതുമാധവൻ? യെസ്. ഞങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഇപ്പോഴുണ്ടെന്ന് തോന്നുന്നില്ല. അവള് നിന്റെ കൈ വന്നിട്ട് എത്ര നാളായി? ആര്? പറയിപ്പിക്കാൻ അറിയാഞ്ഞിട്ടല്ല, ആ ഒരു രീതി പരമാവധി ഒഴിവാക്കണമെന്നാണ് ഞങ്ങളുടെ പ്രിൻസിപ്പിൾ. അവളുമായിട്ട് എന്താ നിനക്ക് ബന്ധം? അവളെന്റെ ഭാര്യ. വേണ്ട, ഞങ്ങൾ കള്ളം പറയാറില്ല. ഞങ്ങളോട് പറഞ്ഞാൽ സഹിക്കാറുമില്ല. തന്നെ ഒന്ന് ബോധ്യപ്പെടുത്തുന്ന കാര്യം എനിക്കില്ലടോ. ലക്ഷ്മിക്കുട്ടി എന്റെ ഭാര്യ. എന്തേ? കല്യാണം കഴിക്കാത്ത ഭാര്യ. താൻ പോടോടുന്നു. പാതിരാക്കി ഒറ്റ ഒരാൾ ആളില്ലാത്ത സ്ഥലത്ത് വിളിച്ചു വരുത്തി തെമ്മാടത്തിന് കാണിക്കുന്നേ അത്ര വലിയ മിടുക്കൊന്നുമല്ല. ഇമോഷണൽ ആവണ്ട. ലക്ഷ്മിക്കുട്ടി എന്നൊരു കുട്ടിയില്ല. മരിച്ചുപോയ സാവിത്രി കുട്ടിയെ നീ കല്യാണം കഴിക്കാൻ ചാൻസും ഇല്ല. ഇപ്പോ ആ ലൈൻ പിടികിട്ടി കാണുമല്ലോ, അല്ലേ? ഞങ്ങൾക്ക് നിന്നോട് യാതൊരു വിരോധവുമില്ല. പക്ഷേ സാവിത്രിക്കുട്ടി നിന്റെ കസ്റ്റഡിയിൽ ഉള്ളിടത്തോളം നീ ഞങ്ങളുടെ ശത്രു തന്നെയാണ്. അതുകൊണ്ട് നിനക്ക് ചെയ്യാവുന്നത് അവളെ ഞങ്ങൾക്ക് വിട്ടുതരിക എന്നുള്ളതാണ്. ഇനി നമുക്ക് കാണാം.